റയോൺ ഫാബ്രിക്കിനകത്തേക്ക് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള അനാർക്കലി ആട്ടോ നമ്മൾ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. രണ്ട് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാത്തിനും തന്നെ കോമ്പിനേഷൻ ആയിട്ട് കലങ്കാരിയുടെ പാച്ച് താഴെ ഹെം ലൈനിലേക്കും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കായിട്ടും വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പീച്ചിൻ്റെ കുറച്ചുകൂടെ നല്ലൊരു ഡാർക്കർ വേർഷൻ എന്ന് പറയാം കേട്ടോ. ഇതിൻ്റെ താഴെ ഹെം ലൈനിലേക്കായിട്ട് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ കളറിലെ കലങ്കാരിയുടെ പാച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ വന്നിരിക്കുന്നത് 799 റേറ്റിലേക്ക്. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് എല്ലാവരും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള മസ്റ്റർഡ് യെല്ലോയാ. മസ്റ്റർഡ് യെല്ലോയ്ക്ക് ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള കോമ്പിനേഷൻ മസ്റ്റർഡ് യെല്ലോ ആൻഡ് ഒരു മെറൂൺ കോമ്പിനേഷനും കൂടി ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരിയുടെ പാച്ച് അതിൻ്റെ താഴേക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലോയി അല്ലെങ്കിൽ വിസ്കസ് നേച്ചറിലേക്ക് അത് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്ലിം ഫിറ്റിംഗാണ് വരുന്നത്. യോക്കിൻ്റെ മുകളിലേക്കായിട്ട് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. താഴേക്കും അതുപോലെ തന്നെ സ്ലീവിലേക്കും ഞാൻ ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ലാവൻഡർ കളറിലേക്കാട്ടോ. അതിനകത്തേക്ക് ഒരു ലൈലാക്കും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ലാവൻഡർ ആൻഡ് ബ്ലാക്കിൻ്റെ പോലെ തന്നെ കോമ്പിനേഷൻ ബ്ലാക്ക് ആണ്. കലങ്കാരിയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകളാണ് വന്നിരിക്കുന്നത്. കോളർ നെക്ക് പാറ്റേണിലേക്കാണ് വരുന്നത്. യോ കട്ടിങ് കൊടുത്തിട്ട് താഴേക്കായിട്ടാണ് പാനൽസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ടോപ്പ് ലെങ്ത് വന്നിരിക്കുന്നത് 48 ഇഞ്ചസിലേക്ക്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രേപ്പ് കളർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലേക്കാട്ടോ. ഇതിന് നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന അനാർക്കലീസ് വൈഡ് നെക്കല്ലേ, ഒരെണ്ണം വ്യത്യസ്തമായിട്ടൊരു കോളർ നെക്കിലേക്ക് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തേക്കുന്ന കേട്ടോ.